ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ്ണ മെഡൽ നേടിയ സാന്ദ്രാമോൾ സാബുവിന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പൗരസ്വീകരണം നൽകി. സ്വീകരണ യോഗം ഇടുക്കി എം.എൽ.എ. റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, കട്ടപ്പന. ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ്ണ മെഡൽ നേടിയ സാന്ദ്രാമോൾ സാബുവിനാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പൗരസ്വീകരണം നൽകിയത്. ചൈനയിൽ വെച്ച് നടന്ന ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പങ്കെടുത്ത സാന്ദ്രാമോൾ 4x400 മീറ്റർ മിക്സഡ് റിലേയിലും വുമൻസ് റിലേയിലും ഗോൾഡ് മെഡലാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇടുക്കി എം.എൽ.എ. റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. +1 +2 പൂഞ്ഞാറിൽ തോമസ് മാഷിനെ അറിയാലല്ലേ. തോമസ് മാഷ് രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ ഈ മേഖലയിലെ ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച അസംബ്ലിയിൽ ബഹുമാന്യനായ ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രായമൊക്കെ ആയി, എന്നാലും അദ്ദേഹം തൊടുപുഴയിലെ ഇൻ്റർനാഷണൽ പ്ലെയറായ സലീംകുട്ടിയൊക്കെ ആയിട്ട് എന്നെ കാണുന്നതിന് വേണ്ടി അവിടെ എത്തിയിരുന്നു. ഈ സ്പോർട്സ് മേഖലയിലുള്ളൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. തൊടുപുഴയിൽ നല്ലൊരു സ്പോർട്സ് ഹോസ്പിറ്റലുണ്ട്, ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച്. രാജ്യത്ത് എവിടെയും നമ്മുടെ സ്പോർട്സ് താരങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ പറ്റിയാൽ ചികിത്സിക്കാൻ വേണ്ടി എത്തുന്ന സ്ഥലം തൊടുപുഴയിലാണ്, ഈ ആയുർവേദ സ്പോർട്സ് ആശുപത്രിയിലാണ്. അപ്പോൾ അതിനൊരു കുഴപ്പവും ഇല്ലാണ്ട് അവിടെ നിലനിർത്തണമെന്ന് ശുപാർശയുമായിട്ട് തോമസ് മാഷ് വന്നു. ആ തോമസ് മാഷിൻ്റെ ശിക്ഷ കൂടിയാണ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു വലിയ വിജയം നമുക്ക് കരസ്ഥമാക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഇന്നിവിടെ നിർവഹിച്ചിരിക്കുന്നത്. അതിന് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുത്തിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റ് ഭരണസമിതി അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും അവർ ആരെയൊക്കെയാണോ ഈ പരിപാടിയിലേക്ക് സഹകരിപ്പിക്കേണ്ടത് അവരെല്ലാവരെയും വിളിച്ച് സഹകരിപ്പിച്ച് ഒരു ആലോചനാ യോഗം കൂടി എല്ലാവരുടെയും പങ്ക് ഇതിൻ്റെ അകത്തുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നല്ല ഭംഗിയായിട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു. അവർ വീട്ടിൽ പോയി അവർ സ്വീകരിച്ച് തുറന്ന വാഹനത്തിൽ ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ഈ ലബ്ബക്കടയിൽ കൊണ്ടുവന്ന് നമ്മൾ ആദരിക്കുകയാണ്. അതാണ് നമ്മൾ നൽകുന്ന പ്രോത്സാഹനം, അതാണ് നമ്മൾ മനസ്സ് നിറയെ അവരെ ആദരിക്കുന്നു. ഈ കാര്യത്തിനെല്ലാം പിന്തുണ നൽകിയ അവരുടെ പിതാവുണ്ട്, മാതാവുണ്ട്, അവരുടെ മറ്റു കുടുംബാംഗങ്ങളുണ്ടാവും. ഇവിടെ അനീഷ് പറഞ്ഞു, നമ്മുടെ ജില്ലയിലെ സ്പോർട്സ് താരങ്ങളുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വലിയ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ആളുകൾ ആരും വലിയ സാമ്പത്തിക ഉന്നതിയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരല്ല. മുൻകാല ചരിത്രം മുതൽ പരിശോധിച്ചാൽ എല്ലാവരും അങ്ങനെയാണ്. അവരുടെയൊക്കെ വീടുകളിലേക്ക് പോകാൻ പല സ്ഥലത്തും റോഡ് പോലും ഉണ്ടായിട്ടില്ല. ബീനാമോളുടെ പേരിൽ റോഡുണ്ടായതിന് ശേഷം ബീനാമോളുടെ വീട്ടിലേക്ക് പോകാൻ നല്ല റോഡിലാണ്, വാഹനം പോകുന്ന റോഡിലായിരുന്നു. അപ്പം ബീനാമോളൊക്കെ വലിയ തലത്തിൽ അംഗീകാരം വാങ്ങിയതിന് ശേഷമാണെന്ന് പി ടി തോമസ് എം പി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ബീനാമോൾ റോഡെന്ന് പേരിട്ടുകൊണ്ട് ആ ഭാഗത്തൊരു നല്ല റോഡ് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ താരങ്ങൾ, കായിക താരങ്ങൾ, അത്ലറ്റിക്സ് താരങ്ങൾ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാ മേഖലയിലുമുള്ള ആളുകളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ ആത്മശക്തി കൊണ്ടാണ് അവരൊക്കെ ഈ നിലയിലേക്ക് ഉയർന്നിട്ടുള്ളത്. അവരുടെ മാതാപിതാക്കൾ പലതും പല പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ലബ്ബക്കട ലോട്ടസ് ബേക്കറി ജംഗ്ഷനിൽ നിന്നും തുറന്ന വാഹനത്തിൽ സാന്ദ്രാമോളെ പൗരാവലിയുടെ നേതൃത്വത്തിൽ ടൗണിലേക്ക് സ്വീകരിച്ചു. ചടങ്ങിൽ വെച്ച് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി. आजा आजा जिंद शामी आने के पहले आजा जरी वाले आसमाने के डूबे
നരിയമ്പാറ സ്വർണ്ണവിലാസം സ്വദേശിയായ സാന്ദ്രാമോൾ ഇന്ത്യയ്ക്ക് വേണ്ടി കായിക ഇനങ്ങളിൽ നിരവധി മെഡലുകൾ മുൻപും നേടിയിട്ടുണ്ട്. സ്വീകരണ യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് മണ്ണൂർ, കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KC ബിജു, KN ബിനു, ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ്, ജോർജ് ജോസഫ് പടവൻ, ജിമ്മിച്ചൻ ഇളന്തുരുത്തിയിൽ, ബെന്നി പറപ്പള്ളി, അഭിലാഷ് മാത്യു, ജോസ് മാമൂട്ടിൽ, ബാബു അഞ്ചാനി തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സമുദായിക നേതാക്കൾ പങ്കെടുത്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആത്മവിദ്യാലയമേ ഇതിനകത്തിരുന്ന പുട്ടുപോലെ പുഴുങ്ങിയെടുക്കാലോ. എന്റെ പപ്പ ഈ മൂട്ട പോലത്തെ പാട്ട വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? ഈ വണ്ടി മാറ്റിയിട്ട് ഒരു പരിപാടിയില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. എന്നാ പിന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൂടെ? മോഡിഫൈയോ? അതെന്നാ കുറിച്ചാ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നടത്തി അടിപൊളിയാക്കാം. കാറ് പിന്നെ വേറെ ലെവലാ. എന്നാ വണ്ടി നേരെ ക്യാപിറ്റൽ കാർ ഫാൻസിലോട്ട് വിട്ടോ. ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. അമ്പടെ ജിഞ്ചിനാക്കടി. ക്യാപിറ്റൽ കാർ ഫാൻസി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, കട്ടപ്പന.